എന്താ ആമിയുടെ പ്രോബ്ലം? എന്തോ ഒരു വലിയ സങ്കടം കിടപ്പുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ. അവൾ ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഗ്രൂമി അവസ്ഥ ഒന്ന് മാറി വന്നതായിരുന്നു. മുത്തശ്ശ, പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. കണ്ടുകളയാം. രവി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്. ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല, പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നിസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ അങ്ങ് ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവിസാറ് കുറെ കാശ് ഞാനോ? ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള. ഡെന്നിസാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. സാറേ മുതലാളി. സാറേ, ഞാനാ മുതലാളി. അവിടെ നിന്ന് പാടോ. അത് ആമി, എന്താ ആമി തനിച്ചിരിക്കുന്നത്? അങ്ങനെ തോന്നി. പലപ്പോഴും അങ്ങനെ വേണ്ടേ? പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ, ആമിയുടെ കണ്ണം നിറയുമ്പോ ഈ വീട് മുഴുവൻ പിടക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? മനഃപൂർവ്വമല്ല. എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയും. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാവും. തേങ്ങാ കൊലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആമി, എന്താ കുഴപ്പമെന്നറിയോ? തന്റെ കണ്ണിലൂടെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെ കുറിച്ച് അറിയോ ആമിക്ക്? ഞാനും ഒരു അനാഥനാണ്. A born of. Like me? Not at all like you. ആമിക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. റൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോൾ ഞാൻ അന്വേഷണം തുടങ്ങി. റൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം. തന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു. രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട്. ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേtrons പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ. ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെയെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അത് മാത്രം ചെയ്തൂടെ? എനിക്ക് മനസ്സിലാവുന്നു. ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. ആരോടെങ്കിലും പറഞ്ഞ് അതിന്റെ ടെൻഷൻ കളയും. ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും. ഐ തിങ്ക് സോ. ഗുഡ്. ഡെന്നിസ്,
എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട്. നിങ്ങൾക്കതാവാൻ കഴിയും. ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലേ സാർ? എന്താ നീയും സ്വപ്നം കണ്ടു തുടങ്ങിയോ മോനായി? എന്തായിരുന്നു സ്വപ്നത്തില്? ഒരു മിന്നുകെട്ട്, ആ. ആകാശമൊട്ട് ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത്. സാറായിരുന്നു അത്. പെണ്ണിനെ കണ്ടില്ലടാ. ഛേ, മുഖം വ്യക്തമാവും മുമ്പ് നേരം വെളുത്തുപോയി സാർ. ഛേ, പക്ഷെ സാറേ, ഇപ്പൊ ദാ പോയ പാർട്ടി അല്ലായിരുന്നോ അതെന്ന് എനിക്കൊരു സംശയം. അല്ലേ സാറേ? അല്ലേ? അല്ലേ സാറേ? ചുമ്മായിരിക്കടാ. ആമി, it's you? എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, are you crying? നോ ഡെന്നിസ്, ഇല്ല. ഞാൻ ചിരിക്കായിരുന്നു. കണ്ടില്ലേ? ദാ ഈ. എന്താ ആമി ഇത്? കാര്യം എന്താണെന്ന് പറയൂ. എനിത്തിങ് സീരിയസ്? ഇല്ല. ദേ, ഞാൻ ഇപ്പൊ രവിയെ മുത്തശ്ശനെയൊക്കെ വിളിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതും ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്. പറയും. ഇത് പറയണം. ശരിയല്ലല്ലോ. ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസെ പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി? യെസ്. ബ്ലാക്ക് മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ. എന്തോന്ന് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടി. മോനായി പിടിക്കും, പക്ഷെ ഓവർ ആയാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ. ഫീലിങ്സ് വരട്ടെ. ആ, അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോൾ തരില്ലല്ലേ? പ്രശ്ന മാസത്തില് 3 പങ്ക് എന്റെ മോനായി അവര് കാണാനെടുത്ത് അടിച്ചൂടെ? എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. ചെണ്ടികളാ രണ്ടുപേരും. കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് പറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താറ് ജാമ്പ് കാമ്പും. ഈ ഡെന്നിസ് മഹാബോറനല്ലേ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. എന്നാലും ഈ ഡെന്നിസ് എന്ന് പറയുന്നവനൊരു നാണമില്ല. ആരെ പറഞ്ഞ? ഇന്നാളെ ഡെന്നിസ് സാറിന്റെ ട്രൗസർ ഒരു പോയിട്ട് നാളെ വന്നത് വീക്ക്. ആ നാണമല്ല, ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട. അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇൻഡിസെന്റ് ആവും. എന്തായാലും രവിയേട്ടൻ പറഞ്ഞു അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ആരെ? ഡെന്നിസിനെ. അവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞുട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. പറയാൻ നട്ടലുള്ളവര് പറയണം. ഞാൻ പറഞ്ഞ ഞെട്ടു. ഞൊട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. പറയാ, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസിനെ. തെണ്ടി മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ ഡൽഹി സാറിന്റെ ആണ് ഈ ഫാമും ഈ വീടല്ല. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാങ്ങാത്തൊലില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാണം വരാനുള്ള യോഗ്യതയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞാ പൊന്നില്ലേ നിങ്ങളുടെ കള്ളം? ഒന്ന് ഡെന്നീസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും അറിയട്ടെ. അപ്പന്ന മോനാക്കി ഞാനിന്ന് കൊടുക്കും. കൊടുത്തോ? ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ഉണർത്തിയിട്ട് കൊടുക്കണേ. ഡെന്നീസെ പോ ഡെന്നീസെ, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ എന്തോ സീക്രട്ട് ബിസിനസ് നടത്തുകയാണ്. പോ.
നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല. സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? ഇനി അഗ്രികൾച്ചർ ലോണെങ്ങാനും പാസ്സായോ? ഏയ് അഗ്രികൾച്ചർ ലോണൊന്നല്ല. ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടേ. കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ. നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ. സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ചായെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ പാർട്ടി അല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാടാ, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ? എങ്ങനെയാണോ? നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം. അങ്ങനെ എനിക്ക് വയ്യ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കയ്യിൽ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കെ പുറത്ത് കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്ത് ചോക്ലേറ്റ് പെൺപിള്ളേര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ എം വെരി സോറി. അപ്പൊ ആമിയല്ല, അത് മതി. ആമി ആവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമി ആവില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അല്ല, ഡെന്നിസിന് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് ആരാന്ന്. ഓക്കേ, ഐ വിൽ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഒന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിലാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജയും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടിയോ? ചപ്പൻ ചവർ കൂരയുടെ ഉള്ളിൽ കിടന്ന് ഇറങ്ങി മനുഷ്യൻ. ഇത് തന്നെ. എവിടുന്ന? അഡ്രസ് നല്ല അഡ്രസ്സാ, ആളിന്റെ പേരും. പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല ചായ, ഇനി ഒന്ന് 6 വരെ കാക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ വായിച്ചോടാ അഡ്രസ്? പിന്നെ എവിടുന്ന? ജലന്ധർ. ജലന്ധർ? നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ ക്യൂ യു ആർ എസ് ടി AR ജലന്ധർ. സ്പെല്ലിംഗ് കറക്റ്റ് പറഞ്ഞാലും തല്ലോ.